പക്ഷെ ഭരണാധികാരി എന്നുള്ള നിലയിൽ എൻ്റെ ഈ കാലയളവിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഏറ്റവും പ്രഗത്ഭരുടെ കൂട്ടത്തിൽ. അപ്പോൾ അതായത് മുമ്പൊക്കെ പിന്നെ ഇവർ സോമനാഥും മറ്റുമൊക്കെ പറയാറുണ്ട്, ഈ പിന്നെ TM ജേക്കബ് നിയമസഭയിൽ വേണം, അതുപോലെ പിന്നെ പിണറായി വിജയൻ നിയമസഭയിൽ വേണം, ഇപ്പം നമ്മുടെ ഇപ്പോൾ തോറ്റ് പുറത്തിരിക്കുന്ന നിയമമന്ത്രിയായ രാജീവ് നിയമസഭയിൽ വേണം, ഇങ്ങനെ ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ഒരു പ്രാഗൽഭ്യവും അവരുടെ ഒരു ശൈലിയും അവരുടെ ഏറ്റുമുട്ടലുകളും അതിനുള്ള കുറിക്കുകൊള്ളുന്ന മറുപടികളും ഒക്കെ പ്രധാനമാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോണിൻ്റെ പ്രകടനം, സംഭാഷണം, സംസാരം അതൊക്കെ കുറിക്കുകൊള്ളുന്നതും മൊത്തത്തിൽ പ്രക്ഷുബ്ധമാക്കുന്നതും ഇളക്കി മറിക്കുന്നതും ഒക്കെയാണ്. എന്നാൽ നയപരമായ സമീപനം, അദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ ബേബി ജോൺ എന്ന് പറയുന്നത് കേരള കിസിഞ്ഞർ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ തന്ത്രശാലിയാണ്. അദ്ദേഹം തന്ത്രശാലിയാണ്, പിന്നെ വളരെ കൗതുകങ്ങളുള്ള ആളാണ്. രാഷ്ട്രീയത്തിലും പബ്ലിക് ഫേസിലും ജനങ്ങളെ ഇടപഴകുന്നതിലുമൊക്കെ തന്ത്രശാലിയും കൗശലക്കാരനുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമാണ് ഷിബു. ഈ ജനങ്ങളെ നേരിടുന്നതിനുള്ള കൗശലവും തന്ത്രവും ഒന്നും അദ്ദേഹം നേരെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസം ഒഴിച്ചാൽ ഷിബു ബേബി ജോണിനേക്കാൾ രാഷ്ട്രീയ പരമായ ഒരു പ്രാഗൽഭ്യം, ഒരു നിയമസഭയിലേക്കുള്ള പെർഫോമൻസ്, നേരിടാനുള്ള കഴിവ്, സംസാര ശൈലി, അതൊക്കെ ബേബി ജോണിനോളം അല്ലെങ്കിൽ ബേബി ജോണിനേക്കാൾ ആ അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്.